ഞാൻ വിവാദം ഉണ്ടാക്കരുതെന്ന് മനഃപൂർവ്വം പറഞ്ഞതല്ല. നാം ഒരു ഒറ്റ വാക്ക്, അതൊന്നും എല്ലാം കൂടി പറയാൻ ഇവിടെ സമയമില്ല. ഒറ്റ വാക്കൊന്നും ഓർത്ത് ഒരു സമൂഹമല്ല നമ്മള്. നമുക്കെന്തേ വേറെ പഠിപ്പിക്കാൻ സ്ഥാപനം ഇല്ലായിരുന്നു? ഇവരുടെ ഈ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടേ പഠിപ്പിക്കണം. തട്ടയിടാൻ പാടില്ല എന്ന നിയമമുള്ള ആ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടേ പഠിപ്പിക്കണം. എന്നിട്ടോ കുറെ കഴിയുമ്പോൾ എനിക്ക് തട്ട ഇടണം. ഇതൊരു ബഹുസ്വര രാജ്യത്തിൽ ജീവിക്കുമ്പോ അതിൻ്റെതായ ചില ശ്രദ്ധകൾ ഉണ്ടാവേണ്ടത് നല്ലതാണ്. ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് വേറെ അവരും ചിന്തിക്കണം. എന്താ അവരും ചിന്തിക്കേണ്ടത്? ഇവിടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിൽ നഴ്സുമാരുണ്ട്. ഒരുപാട് കന്യാസ്ത്രീകൾ ഇങ്ങനെ ശരീരം മുഴുവൻ മറച്ച്. എന്താ മറക്കാൻ കാരണം? ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധ മണവാട്ടികളാണ്, ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധന്മാരാണ്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധന്മാരായ ആളുകൾ നിങ്ങൾ ഇതൊക്കെ മറച്ചു കിടക്കാം. നിങ്ങൾ കുറഞ്ഞ ആളുകളെ പരിശുദ്ധരായിട്ടുള്ളൂ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഞങ്ങളുടെ മുസ്ലിം പെണ്ണ് മുഴുവനും പരിശുദ്ധരാ. എന്ത് ഞങ്ങൾക്ക് മറക്കാനുള്ള അവസരം ഇല്ലേ? ഞങ്ങൾക്ക് മറക്കാനുള്ള അവസരം എന്ത് നിങ്ങൾ തരാത്തത്? ഗവൺമെന്റ് നിങ്ങൾ ചിന്തിക്കും. എത്രയോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, ഗവൺമെന്റ് ആശുപത്രികളിൽ ഇതേപോലത്തെ ആളുകളൊക്കെ ശമ്പളം മേടിച്ചു പണിയെടുക്കുന്നില്ലേ? ഉണ്ട്. അല്ലാത്ത സ്ഥാപനത്തിലില്ലേ? ഉണ്ട്. അവിടെ എന്താ ഡ്രസ് കോഡ്? പറ. സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ ചെറിയ നീലക്കളർ. മേഘത്തിന്റെ കളർ എന്താ പറയാ മക്കളെ? സ്കൈ ബ്ലൂ. ആ സ്കൈ ബ്ലൂവിന്റെ സാരിയാവാം, ചുരിദാറാവാം, എന്തു ആവാം. അതിന്റെ മുകളിൽ ഒരു കോട്ടിടണം ഗവൺമെന്റ്. അതാർക്കാ? പറ. സ്റ്റാഫ് നേഴ്സിന്. ഇനി ഹെഡ് നേഴ്സ് ആയാലോ ലാവണ്ടർ കളറിന്റെ സാധനം ഇടണം, വൈറ്റ് കോട്ട് ഒരെണ്ണം ഇടണം. ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ അത് വിട്ട് കിടക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തേ നമുക്കും പറഞ്ഞുകൂടെ? ഗവൺമെന്റിന്റെ ശമ്പളം മേടിക്കുന്ന നിങ്ങളും ഈ നിയമം പാലിക്കണമെന്ന് ഇല്ല, പറയരുത്. നമ്മളൊരു ബഹുസ്വര രാഷ്ട്രത്തിൽ കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു മന്ദഗതിയിൽ, ഒരു എട്ടേപത്തിന്റെ പോക്ക്. ആ പോക്കങ്ങ് പോയാ മതി. ഇവിടെ വിപ്ലവം ഉണ്ടാക്കല്ലേ. പിന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ആർക്കോ വേണ്ടി തിളക്കുന്ന പായസം പോലെ ആ സ്ത്രീയുടെ മുഖഭാഷയും അവരുടെ ആ അംഗ വിക്ഷോഭമൊക്കെ കാണുമ്പോ അറിയാം ഇതാർക്കോ വേണ്ടി പറയുന്നതാണ്. അതെ, ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. അവരുടെ മതത്തിൽ തന്നെ പറയണം. എന്താണെന്നറിയോ? 2 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു. അവരുടെ മതത്തിൽ തന്നെ പറയുന്നത്. നമ്മളിത് അതാ ഞാൻ മക്കളോട് ആദ്യം പറഞ്ഞത്. പണ്ട് ഖുർആനായത്തും ഹദീസും മതിയായിരുന്നു കൗമിനോട് സംസാരിക്കാൻ. ഇപ്പൊ അത് മാത്രം പോരാ, ഇപ്പൊ പലതും വേണം. ബൈബിളിന്റെ കൊരിന്തോസ് അധ്യായം 11-ാമത്തെ വാക്യം 5-6 എന്താ പറയണമെന്നറിയാവോ? ബൈബിൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നില്ലാന്നേ ഉള്ളൂ. കാരണം ഒതു കൊടുക്കാൻ സമയം കിട്ടിയില്ല. ബൈബിൾ ഒതു കൊടുത്തിട്ട് വേണോ തൊടാൻ? അത് ചർച്ച വേറെയാണ്. പോട്ടെ. 11-12 അധ്യായത്തിലെ ഇനി അധ്യായം വായിക്കണോ? ഒരു സെക്കൻഡ്. ഇതിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ പിള്ളേര് കുത്തിക്കയറ്റിയിട്ടിട്ടേ അധ്യായം തന്നെ വായിച്ചു തരാം. എന്താണ് പറയുന്നത് കേട്ടോ? സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ, സ്ത്രീ ബൈബിളാണ്, ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അഥവാ തട്ടയിടുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ. കരിങ്കല്ലിനെ പിളർത്തുന്ന പ്രഖ്യാപന. മുടി എന്താക്കണം? മുറിച്ചു കളയണം. നല്ല രസമായിരിക്കും ഇപ്പൊ കാണാൻ. നീ നോക്കാൻ പോണ്ട, ഞാൻ പറഞ്ഞെങ്കിലേ. കളയട്ടെ. മുടി മുറിക്കുന്നതും തല ക്ഷൗര്യം ചെയ്യുന്നതും അവൾക്കു ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ. ബൈബിള്. ഈ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന കന്യാസ്ത്രീക്ക് ഒരു ചെറിയ മാന്യത, നമ്മള് ഒരേ അപ്പന്റെ അമ്മന്റെ ഒക്കെ ആളുകളല്ലേ. ആ പെങ്കൊച്ചു ആ തട്ടം കൊണ്ടൊന്ന് ഇട്ടോട്ടെ എന്ന് എന്തുകൊണ്ടൊന്ന് വെച്ചുകൂടാ? അത്ര ഗൗരവമായി അവരുടെ മതം പറയുന്നുണ്ട്. ഇനി അടുത്ത കേൾക്കണോ നിങ്ങൾക്ക്? അവരുടെ മതം പറഞ്ഞത്, യേശു ഏത് സമൂഹത്തിൽ ചെന്നാലും യേശു എന്താകും? ആദ്യമായി അസ്സലാമു അലൈക്കും പറയുമായിരുന്നു. ആര് പറയണോ? ഒന്ന് സഹകരിക്കണോ? ആര് പറയുമായിരുന്നു? യേശു. യോഹന്നാന്റെ സുവിശേഷമാണ് 19-ാം അധ്യായം. അസ്സലാമു അലൈക്കും എന്നല്ല, സമാധാനം. അത് മറ്റേ ഭാഷയിലാണ്, ഏത് സുറിയാനി ഭാഷയിലാണുള്ളത്. അപ്പൊ നമ്മുടെ ഇതിലേക്ക് വരൂല. ഏത് സമയത്തും അനുയായികളോട് സംസാരിക്കുമ്പോ യേശു എന്തു പറഞ്ഞിരുന്നു? പറ. യേശു എന്തു പറഞ്ഞു? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് യേശു പറയുമായിരുന്നു.
ഇനി അടുത്ത കേൾക്കണോ നിങ്ങൾക്ക്? ഈ പന്നിയിറച്ചി തിന്നാൻ പറ്റുമോ? പറ്റുമോ? നമുക്കല്ല, ക്രിസ്ത്യാനിക്ക് തിന്നാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ വെട്ടണതും മിക്കണതും തിന്നണതും അവര് തന്നെയാണ്. ആക്ഷേപിക്കാൻ പറയുകയല്ല. ബൈബിളിന്റെ ലേവ്യ പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 7, 8 3 ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്ത് ഹലാലല്ല എന്ന് ക്രിസ്ത്യാനിക്ക്. ക്രിസ്ത്യാനിക്ക് എന്ത് ഹലാലല്ല? പന്നിയിറച്ചി ഹലാലല്ല. അപ്പൊ ഇവര് ഇസ്ലാം മതം വേലിപ്പത്തലേ ഇരിക്കട്ടെ, നീ പോയി കള്ളു കുടിക്കുന്ന നമ്മളോട് പറഞ്ഞാൽ നമ്മളത് കേൾക്കൂല. അത് അവര് ചെയ്യുന്ന പണിയാ. മതമൊക്കെ അവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യം പോലെ ജീവിക്കുമെന്ന്. മുസ്ലിങ്ങൾക്ക് അതിന് പറ്റില്ല. അവർക്ക് തട്ടയിടാൻ പറഞ്ഞാൽ തട്ടയിടണം. ഇവരുടെ മതം പറയുന്നത് അല്ല അവര് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. എല്ലാ ക്രിസ്ത്യാനിയല്ലേ ഞാൻ പറഞ്ഞത്? കുറച്ചാളുകൾ, ഇത്തരത്തിലുള്ള വിഷം തുപ്പുന്ന ആളുകള്. ഇനി ഒറ്റ വാക്കും കൂടി അത് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോവുക. എന്തേ ഇവർക്കൊക്കെ ഈ വിഷമം? ഒരു പുള്ള തട്ടയിട്ട് വന്നതാണോ പ്രശ്നം? അല്ല, ഇവരാണോ പ്രശ്നക്കാർ? ഇവരേതോ കുരുട്ടു ബുദ്ധിയുടെ ചട്ടുകങ്ങളായി പോയതല്ലേ. ഇസ്ലാം മതം വളർന്നു 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 വരുന്നത് കാണാൻ മക്കൾ ശ്രദ്ധിച്ചോളണം. വളർന്നു വളർന്നു വളർന്നത് കാണാൻ അവർക്ക് വല്ലാത്തൊരു ബേജാറ്. അത് സമ്മതിക്കാൻ പറ്റില്ല. ആരയിലുള്ളടാ മറ്റേ സുനാബി, എന്താടാ അതിന്റെ പേര്? ക്രോം. നിന്റെ ഉണ്ടോ അയ്യൂബേ? ഉണ്ട്. പിന്നെ എന്നതാ വേറെ ചാറ്റ് GPT. കണ്ടോ? അസ്വാബുൽ ബദറിന്റെ 3-ാമത്തെ ആളുടെ പേരൊന്ന് പറഞ്ഞു. വേഗം പറ. ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല, കാരണം ഞാൻ പിന്നെ പൊരുത്തം പിടിച്ചോളാം. കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതേ നമുക്ക് വേഗം വരുള്ളൂന്നേ. ഈ ചാറ്റ് GPT ആയാലും ക്രോമായാലും അടിച്ചു നോക്കണ കയ്യിലിരിക്കുന്നത്. ഏറ്റവും സ്പീഡിൽ വളരുന്ന മതമേതാണ് ലോകത്ത്? ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിൽ, ഈ ആകാശത്തിന്റെ താഴെ അതിവേഗം അതിശീഘ്രം മനുഷ്യർ ഉൾക്കൊള്ളുന്ന മതം, ആ മതത്തിന്റെ പേര് ഇസ്ലാം. ആ മതത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന്റെ വിഷമാണ്. അതിന് എവിടെയും കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് കാര്യമില്ല. എന്നാ ആ വെപ്രാളമുള്ള ഒരാൾ നിങ്ങളുടെ ഈ ജില്ലക്കാരനാണോ? കളിച്ചുകുളങ്ങര ആണോ? കണിച്ചുകുളങ്ങര ഈ ജില്ലയാണോ? അല്ലല്ലോ. അപ്പൊ ചേർത്തലയാണ്. അപ്പൊ ചേർത്തല ഏത് ജില്ലേ? ആലപ്പുഴയല്ലേ? എന്താ കൗബ്! എവിടെ ആയിക്കോട്ടെ, ആളെ മനസ്സിലായല്ലോ. റളിയല്ലാഹുവിനൊന്നും ചെല്ലണ്ട, അയാൾ വലിയ മഹാനാന്ന് വിചാരിച്ച്. മൂപ്പരും വെടിപൊട്ടിച്ചു. മക്കള് കൂടുന്നു, ഇസ്ലാം കൂടുന്നു, ഇസ്ലാം കൂടുന്നു, ഇസ്ലാം കൂടുന്നു. പറഞ്ഞത് മുഴുവൻ മറന്നാലും ഇനി പറയാൻ പോകുന്നു മറക്കണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ സ്വർണ്ണ വിദ്രുമ പൊഞ്ചുണ്ടനയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ലനബ്ലുഗന്ന ഹാദദ്ദീൻ, ലനബ്ലുഗന്ന ഹാദദ്ദീൻ കമാ ബലഗൽ ലൈലു വന്നഹാർ. സൂര്യനും ചന്ദ്രനും എവിടെയെല്ലാം പ്രകാശവും ഇരുളും എത്തിക്കുമോ അവിടെയെല്ലാം, രാവും പകലും എവിടെയെല്ലാം ചെന്ന് കയറുമോ അവിടെയെല്ലാം ലനബ്ലുഗന്ന ഹാദദ്ദീൻ, ഈ ഇസ്ലാം മതം അവിടെയെല്ലാം ഇടിച്ചു കയറും. മുഹമ്മദുർ റസൂലുള്ളാഹി. ഏതാറെടുത്തിട്ട് ഒരു കാര്യമില്ല. അത് പോകാൻ തുടങ്ങിയിട്ടേ മദ്രാസ് മേല് വിട്ടിട്ടേ ഉള്ളൂ. ഇനി അങ്ങ് ചെല്ലും കുറെ സ്ഥലങ്ങളിലേക്കൊക്കെ. റസൂലുള്ളാഹിന്റെ കാലത്ത് അമേരിക്ക ഉണ്ടായിരുന്നോ? ഈ കുപ്പായക്കാരനോടാ ഞാൻ ചോദിക്കുന്നത്. നബിയുടെ കാലത്ത് അമേരിക്ക ഉണ്ടോ? സംശയമാണ്. അതിന് സംശയം ഇല്ലാത്തവരാണ്. ഈ ഫ്രണ്ടിൽ എല്ലാ പരിപാടിക്കും വരുന്ന ആളാണ് ഈ ഇരിക്കുന്നതാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് അമേരിക്ക കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. അമേരിക്കയിലുണ്ടോ ഇസ്ലാം മതം? എവിടെ ഇല്ലാത്തത്? അപ്പൊ മഹ്ശറയുടെ കാര്യം മിനിഞ്ഞാന്ന് ഞാൻ അവിടെ ബാഗ്ദാദിൽ സംസാരിച്ചപ്പോ എന്റെ കൂടെ വന്നവന്റെ ഒരു കൊച്ചാപ്പ ചോദിക്കുക, ഉസ്താദെ അവിടെ കച്ചവടത്തിന് സാധ്യമുണ്ടോ? ഏത് പഹന്റെ ചോദ്യ. കാരണം അങ്ങനെ ആയിപ്പോയി. മൊയ്യന്മാര് പറയുന്നതൊന്നും ആളുകൾക്കങ്ങ് കയറുന്നില്ല. ഞാൻ ചോദിച്ചു നിങ്ങളെന്തേ? അല്ല, ഞാൻ ചോദിച്ചല്ലേ, എന്നോട് ഒരുത്തൻ ചോദിച്ചതാ. ഉസ്താദന്മാരിങ്ങനെ അരവരെ വിയർക്കും, മുട്ടുവരെ വിയർക്കും, കഴുത്തുവരെ വിയർക്കും എന്ന് പറയുമ്പോൾ ഒരു ബത്തക്ക കച്ചവടം തുടങ്ങിയാൽ നല്ല ലാഭം കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന മക്കളും ഉണ്ടെന്ന് ഇതിന്റെ അകത്ത്. അല്ല, പരിപാടിയുടെ ചിരിക്കാൻ പറഞ്ഞതല്ല, പരിപാടിയുടെ ഗൗരവമല്ല നമ്മളീ പറയുന്നത്. അതുകൊണ്ട് ഈ മതം അങ്ങോട്ട് ഇടിച്ച് കയറും ലോകം മുഴുവൻ. 950 ആകുമ്പോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ആരായിരിക്കും?
മുസ്ലിങ്ങളായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് 2 മതി 1 മതിയെന്ന് നിങ്ങൾ തീരുമാനിച്ചാലോ? അള്ളാഹു നമുക്ക് നല്ല കഴിവ് തരട്ടെ. എന്തായാലും നബി തങ്ങളുടെ വാക്ക് മോശാകില്ല.